ബാലിയുടെ സ്വർഗ്ഗദ്വീപ് എന്നറിയപ്പെടുന്ന ന്യൂസ പെനിഡ കാണാനാണ് രണ്ടാമത്തെ ദിവസം ഞങ്ങൾ പോയത്. ബാലിക്ക് സമീപമുള്ള മനോഹരമായ ദ്വീപാണ് ന്യൂസ പെനിഡ. ബാലിയിലെ സനൂർ പോർട്ടാണ് ന്യൂസ പെനിഡയിലേക്കുള്ള പ്രധാന ബോട്ട് ടെർമിനൽ. ഇവിടെ നിന്ന് ബോട്ടുകൾ വഴി നമുക്ക് ന്യൂസ പെനിഡയിൽ എത്താം. ന്യൂസ പെനിഡ ദ്വീപ് അതിൻ്റെ അതിമനോഹരമായ ബീച്ചുകൾ കൊണ്ടാണ് ലോകപ്രശസ്തം. ഉയർന്ന ക്ലിഫുകളുടെ നടുവിൽ ഒളിഞ്ഞിരിക്കുന്ന കിലിംഗിങ് ബീച്ച്, സ്വാഭാവിക പാറവളയം സൃഷ്ടിച്ച ബ്രോക്കൺ ബീച്ച്, ഏഞ്ചൽസ് ബില്ലബോങ്, ക്രിസ്റ്റൽ ബേ, ഡയമണ്ട് ബീച്ച്, ഓരോ ബീച്ചും വ്യത്യസ്തമായ അനുഭവമാണ് നമുക്ക് നൽകുക. പ്രകൃതിയുടെ സൗന്ദര്യം അതിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപത്തിൽ ആസ്വദിക്കാൻ കഴിയുന്ന ഈ ബീച്ചുകൾ ന്യൂസ പെനിഡയെ യഥാർത്ഥ സ്വർഗ്ഗദ്വീപാക്കുന്നു. ക്രിസ്റ്റൽ ബീച്ചിലാണ് ഞങ്ങൾ ആദ്യം പോയത്. സൂര്യപ്രകാശത്തിൽ കടൽ വെള്ളം ക്രിസ്റ്റൽ പോലെ തിളങ്ങുന്നതുകൊണ്ടാണ് ഈ ബീച്ചിന് ഈ പേര് കിട്ടിയത്. നീന്തൽ, സ്നോർക്കലിംഗ്, ഫോട്ടോഗ്രാഫി എന്നിവയ്ക്ക് ഏറെ അനുയോജ്യമായ സ്ഥലമാണിത്. പിന്നെ ഞങ്ങൾ പോയത് കിലിംഗിങ് ബീച്ച് കാണാനാണ്. കിലിംഗിങ് ബീച്ച് കാണുന്നവരെ അത്ഭുതപ്പെടുത്തുന്നൊരു സ്ഥലമാണ്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ദിനോസർ രൂപം പോലെ തോന്നുന്ന പാറക്കെട്ടുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം. ആഴമുള്ള നീല നിറത്തിലുള്ള കടലും ശാന്തമായ അന്തരീക്ഷവും കിലിംഗിങ് ബീച്ചിനെ ബാലിയിലെ ഏറ്റവും ഫോട്ടോജനിക് ഇടങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു. പ്രകൃതിയുടെ യഥാർത്ഥ ഭംഗി അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവം തന്നെയാണ്. ഇനി നമ്മൾ പോകുന്നത് ന്യൂസ പെനിഡയിലെ ഏഞ്ചൽസ് ബില്ലബോങ്ങിലേക്കാണ്. ഏഞ്ചൽസ് ബില്ലബോങ് പ്രകൃതിയുടെ ഒരു അത്ഭുത സൃഷ്ടി തന്നെയാണ്. കടൽ തിരമാലകൾ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പാറകളിൽ കൊത്തിയുണ്ടാക്കിയ ഈ നാച്ചുറൽ ഇൻഫിനിറ്റി പൂൾ എല്ലാവരുടെയും മനസ്സ് കവർന്നെടുക്കും. ഇനി നമ്മൾ പോകുന്നത് ന്യൂസ പെനിഡയിലെ ബ്രോക്കൺ ബീച്ചിലേക്കാണ്. പ്രകൃതിയുടെ തന്നെ ശക്തി കാണിച്ചു തരുന്ന ഒരു സ്ഥലമാണിത്. കടൽ തിരമാലകളും കാലവും ചേർന്ന് പാറകൾ തുരന്ന് രൂപപ്പെടുത്തിയ വൃത്താകൃതിയുള്ള ഈ തീരഭാഗം വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച നൽകുന്നു. പാറകളുടെ നടുവിലൂടെ കടൽവെള്ളം അകത്തേക്ക് ഒഴുകി വരുന്നത് ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. ഇവിടെ ഇറങ്ങി കുളിക്കാനൊന്നും സാധിക്കില്ലെങ്കിലും മുകളിൽ നിന്ന് നോക്കുമ്പോൾ സമുദ്രത്തിൻ്റെ ആഴവും ശാന്തതയും നമുക്ക് നന്നായി അനുഭവപ്പെടും. ഇതോടെ ബാലിയിലെ രണ്ടാം ദിവസത്തെ യാത്രയും സമാപിക്കുകയാണ്. നാളെ വീണ്ടും പുതിയ അത്ഭുതങ്ങളുമായി ബാലി നമ്മെ കാത്തിരിക്കുന്നു.